കെഎസ്ആർടിസി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ സമരപ്രഖ്യാപന സമ്മേളനം ശനിയാഴ്ച നടക്കും. കെഎസ്ആർടിസി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ എറണാകുളം ആലപ്പുഴ മേഖലാ സമരപ്രഖ്യാപന സമ്മേളനം 22 ശനിയാഴ്ച ചേർത്തല NSS യൂണിയൻ ഹാളിൽ നടക്കും. ആലപ്പുഴ, എറണാകുളം ജില്ലകളിലെ 16 യൂണിറ്റുകളിൽ നിന്നുള്ള 220 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുക. കെഎസ്ആർടിസി പെൻഷൻ സർക്കാർ ഏറ്റെടുക്കുക, പെൻഷൻ എല്ലാ മാസവും കൃത്യസമയത്ത് വിതരണം ചെയ്യുക, DR കുടിശ്ശിക പുനഃസ്ഥാപിക്കുക തുടങ്ങിയ 5 ആവശ്യങ്ങൾ ഉയർത്തിയാണ് സമ്മേളനം. രാവിലെ 10 നടക്കുന്ന സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PA മുഹമ്മദ് അഷ്റഫ് ഉദ്ഘാടനം ചെയ്യും. മറ്റു പല വിഭാഗത്തിലും കൊടുക്കുന്ന സർക്കാർ പെൻഷന് തുല്യമായിട്ടാണ് ഞങ്ങളെയും എല്ലാവരും പരിഗണിക്കുന്നത്, സമൂഹം പരിഗണിക്കുന്നത്. പക്ഷേ അത് വസ്തുതയല്ല. സാധാരണ ഒരു സർക്കാർ ജീവനക്കാരന് കിട്ടുന്ന പെൻഷന് ആപേക്ഷികമായി വളരെ തുച്ഛമായിട്ടുള്ള പെൻഷനാണ് കിട്ടുന്നത്. എൻ്റെ കൂടെ 1980 ഞാൻ KSRTC ചേർന്ന ആളാണ്. 1982 എൻ്റെ കൂടെ സർവീസിൽ റവന്യൂ വകുപ്പിൽ ചേർന്ന ഒരാൾ, ഞാൻ ഒരേ ക്ലാസ്സിൽ പഠിച്ചതാണ്. അയാൾ 1ാം ഗ്രേഡ് തഹസീൽദാരായിട്ടാണ് റിട്ടയർ ചെയ്തത്. എൻ്റെ 3 ഇരട്ടി പെൻഷനാണ് അയാൾ വാങ്ങുന്നത്. അയാളുടെ പെൻഷൻ തുല്യമായ തുകയാണെങ്കിൽ എനിക്ക് 3 മാസം പെൻഷൻ ചേർത്തോളൂ. അത്രയ്ക്ക് തുച്ഛമായ പെൻഷനാണ് KSRTCക്കാർ കിട്ടുക. ഞങ്ങൾ 42,000 പേരുള്ളതിൽ ഒരു 30,000 പേരും ശരാശരി 10,000-നും 15,000-നും ഇടയ്ക്ക് മാത്രം പെൻഷൻ വാങ്ങുന്നവരാണ്. അതിന് മുകളിലേക്കുള്ളത് കഷ്ടിച്ച് 10,000-12,000 ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അത്ര മോശപ്പെട്ട തരത്തിലുള്ള പെൻഷനാണ് കിട്ടുന്നത്. എങ്കിലും ഞങ്ങൾ അതുകൊണ്ടാണ് ജീവിച്ചു പോകുന്നത്. അതിനൊരു കൃത്യതയില്ല. ഈ കൃത്യതയൊക്കെ ഉണ്ടാകണമെങ്കിൽ ഞങ്ങൾ പറയുന്ന ഒരു ഡിമാൻഡ്, ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡ്, ഞങ്ങളുടെ പെൻഷൻ സർക്കാർ ഏറ്റെടുക്കാൻ തയ്യാറാവണം. സർക്കാർ ഏറ്റെടുത്ത് ഇപ്പൊ തന്നുകൊണ്ടിരിക്കുന്ന സർക്കാരാണ്, പക്ഷെ അത് ലീഗലാവണം. ഔദ്യോഗികമായി ഇപ്പൊ സർക്കാർ വായ്പ തന്നിട്ടാണ്, അല്ലെങ്കിൽ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്ന് വായ്പ എടുത്താണ് സർക്കാർ തന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാർ തിരിച്ചടയ്ക്കുമ്പോൾ മാത്രമേ അടുത്ത ഗഡു അവർ കൊടുക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പെൻഷൻ ഡിലേ വരുന്നത്. അപ്പൊ സർക്കാരാണ് ഫലത്തിൽ തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ പെൻഷൻ കൊടുക്കാനുള്ള ബാധ്യത ഗവൺമെന്റിൻ്റെതാണ് എന്ന തരത്തിൽ തീരുമാനമുണ്ടാകുകയും ഞങ്ങളുടെ പ്രശ്നങ്ങൾ വൃദ്ധന്മാരെ പരിഗണിക്കുക എന്നത് ഒരു ആധുനിക സമൂഹത്തിന്റെ ഏറ്റവും വലിയ ജനാധിപത്യ മര്യാദയാണ്. ആ വാർദ്ധക്യത്തിൽ നിൽക്കുന്ന ഞങ്ങളെ കൊണ്ട് ഒരു ജീവിത കാലഘട്ടത്തിലൊക്കെ നിരവധി സമരം, ഈ KSRTCയെ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ നടത്തിയിട്ടുള്ള ത്യാഗപൂർണ്ണമായിട്ടുള്ള സമരമുണ്ട്. പൊതുമേഖലാ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ്.